കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സ്റ്റേഡിയത്തിനകത്തും പുറത്തും വലിയ ജനക്കൂട്ടമാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ തെരുവിലിറങ്ങിയ ജനസഹസ്രങ്ങളുടെ തുടർച്ച പോലെ തന്നെ ഇന്നലെ ഉച്ച മുതൽ വൻ ജനപ്രവാഹത്തിനാണ് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. പതിറ്റാണ്ടിന് ശേഷമുള്ള UDF മന്ത്രിസഭയുടെ കൊടിയേറ്റം ജനകീയതയുടെ മഹാവിളംബരമായി മാറി. അധികാരപ്രവേശനത്തിന് സാക്ഷികളാകാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സാഹിത്യം സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും വേദിയിൽ എത്തിയിരുന്നു. മന്ത്രിസഭയിൽ 2 വനിതകളുണ്ട്. മുഖ്യമന്ത്രിയടക്കം 12 പേരാണ് കോൺഗ്രസിന് മന്ത്രിസഭയിലുള്ളത്. രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, സണ്ണി ജോസഫ്, K മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, CP ജോൺ, AP അനിൽകുമാർ, N ഷംസുദ്ദീൻ, PC വിഷ്ണുനാഥ്, റോജി M ജോൺ, ബിന്ദു കൃഷ്ണ, M ലിജു, T സിദ്ദിഖ്, KM ഷാജി, PK ബഷീർ, V അബ്ദുൾ ഗഫൂർ, KA തുളസി, OJ ജനീഷ് എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും. ചീഫ് വിപ്പ് സ്ഥാനം കേരള കോൺഗ്രസിനാണ്. അതേസമയം മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും കേരള കോൺഗ്രസ്, RSP, CMP, കേരള കോൺഗ്രസ്, ജേക്കബ് എന്നിവയ്ക്ക് ഓരോ മന്ത്രി വീതവുമാണുള്ളത്. ഓരോ മന്ത്രിസ്ഥാനം വീതം 2.5 വർഷത്തിനു ശേഷം കോൺഗ്രസും മുസ്ലിം ലീഗും പാർട്ടിക്കുള്ളിൽ വീതം വയ്ക്കും. എന്തായാലും സെൻട്രൽ സ്റ്റേഡിയത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ വേദിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പതിറ്റാണ്ടിന് ശേഷം UDF അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ ആവേശത്തിൽ 10,000-കണക്കിന് പ്രവർത്തകർ ഒഴുകിയെത്തിയതോടെയാണ് തലസ്ഥാനത്തെ സത്യപ്രതിജ്ഞ ജനാവലി കൊണ്ട് നിറഞ്ഞത്. നിയുക്ത MLA-മാർക്കും പ്രമുഖ പാർട്ടി നേതാക്കൾക്കും പോലും വേദിയിൽ ഇരിപ്പിടം കിട്ടാത്ത വലിയ പ്രതിസന്ധിയായിരുന്നു. VVIP-കൾക്കായി പ്രത്യേകം തരംതിരിച്ച മുൻനിരകളിലേക്ക് പ്രവർത്തകർ കൂട്ടത്തോടെ ഇരച്ചുകയറി ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കി. എന്തായാലും 6 പതിറ്റാണ്ടിന് ശേഷം UDF-ന്റെ മുഴുവൻ മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്തുവെന്ന പ്രത്യേകതയുണ്ട്. 2 വനിതാ മന്ത്രിമാരും 2 പട്ടിക വിഭാഗത്തിൽ നിന്നുള്ളവരും യുവനിരയ്ക്ക് മുൻതൂക്കമുള്ള മന്ത്രിസഭയിൽ അംഗമാണ്.